കശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും ഉണ്ടെന്ന വാർത്ത ഏറെ ഞെട്ടലോടുകൂടിയാണ് നാട് ശ്രവിച്ചത്. ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ദിവസം മുൻപാണ് അദ്ദേഹവും കുടുംബവും ഇവിടെ നിന്ന് കശ്മീരിലേക്ക് വിനോദയാത്രയ്ക്ക് പോയത്. രാമചന്ദ്രൻ ഈ മേഖലയിലൊക്കെ തന്നെ അറിയപ്പെടുന്ന ആളാണ്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉള്ളയാളാണ്. വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവരുടെയും ഒരു പ്രിയപ്പെട്ടവനായിട്ടുള്ള ആളാണ് രാമചന്ദ്രൻ. രാമചന്ദ്രൻ പ്രവാസി മലയാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് ഇടപ്പള്ളി തന്നെയാണ്. പക്ഷേ ഏതാനും നാൾ അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മടങ്ങിയെത്തിയത്. അദ്ദേഹം ഭാര്യ ഷീല, മകൾ ആരതിയുടെ 2 മക്കൾ ഇവരാണ് കശ്മീരിലേക്ക് പോയത്. മകൾ വിദേശത്തായിരുന്നു. മകൾ എത്തിയിട്ടധികം ദിവസമായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ അടുത്തുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ കശ്മീരിൽ പോകാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ സ്വകാര്യ ടൂർ ഓപ്പറേറ്ററുടെ അടക്കം നമ്പർ വാങ്ങി, ഡ്രൈവറുടെ അടക്കം നമ്പർ വാങ്ങി, അങ്ങനെ സ്വന്തം നിലയ്ക്കാണ് അവർ അവിടേക്ക് വിനോദയാത്രയ്ക്ക് പോയത്. അങ്ങനെ ഏറെ സന്തോഷകരമായി പോയ ഒരു കുടുംബമാണ്. ഈ കുടുംബം മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടവരൊക്കെ തന്നെ അത്തരത്തിൽ വിനോദയാത്ര, വെക്കേഷൻ കാലം കൂടിയാണ്. അങ്ങനെ വിനോദയാത്രയ്ക്ക് പോയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഭീകരർ അതിനിന്ദ്യമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മകളുടെ മുന്നിൽ വെച്ച് തോക്ക് ചൂണ്ടിയ ശേഷം ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ നാട് ഏറെ ഞെട്ടലിൽ തന്നെയാണ്. കാരണം ഈ സംഭവം ഉണ്ടായതോടുകൂടി തന്നെ ഇതിൽ രാമചന്ദ്രൻ ഉൾപ്പെട്ടു എന്ന വിവരങ്ങളും അല്ലെങ്കിൽ അത്തരം ചില അഭ്യൂഹങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു. അത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. മകൾ വിളിച്ച് ബന്ധുവിനോട് പറയുകയായിരുന്നു. തുടർന്ന് ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഈ വീട്ടിലുണ്ടായിരുന്നത് രാമചന്ദ്രനും ഷീലയുമാണ്. മകൾ അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് എത്തിയത്. അതിനുശേഷമാണ് ഇവർ വിനോദയാത്രയ്ക്ക് പോയത്. ആ ഘട്ടത്തിൽ മകൻ ഉള്ളത് ബംഗളൂരുവിലാണ്. ഇവിടെ നിന്ന് പോയി ഹൈദരാബാദിൽ എത്തി. ഹൈദരാബാദ് വഴിയാണ് ഇവർ കശ്മീരിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ അവിടെ എത്തിയ ശേഷം സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഭീകരവാദികളുടെ ആക്രമണം ഈ സംഘങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം അവിടെ തന്നെയാണ് ഉള്ളത്. മാത്രമല്ല കുടുംബാംഗങ്ങളൊക്കെ അവിടെ സുരക്ഷിതരായി തന്നെയുണ്ട്. അവരെ ഉടൻ തന്നെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മൃതദേഹം വിട്ടുകിട്ടുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങൾ നീക്കിയ ശേഷം ഉണ്ടാകും. എന്തായാലും അതീവ ദുഃഖത്തോടു കൂടി ആ ഒരു വാർത്ത കേട്ടലിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ പ്രദേശവാസികളും ഒക്കെ തന്നെ.